ഇന്ന് മാമിച്ചിയുടെ വീട്ടിലാണ് കേട്ടോ നോമ്പ് തുറ. അപ്പോൾ ഞങ്ങളവിടെ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് 18ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ സമൂസയ്ക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനമാണ് കേട്ടോ മെയിനായിട്ടുള്ള ഷെഫ് നമ്മുടെ അവളാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പിന്നെ ഇതേ മോമോസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ആയിട്ടപ്പോഴത്തേക്കും കുറേ നേരം അങ്ങനെ എല്ലാവരുടെയും കൂടെ നിന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ മാമിച്ചി. പിന്നെ നോമ്പുറയ്ക്കുള്ള സാധനങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി ചേർന്നിട്ട് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ അപ്പൂജിയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ പോലെ തന്നെയാണ്. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇതേ നോമ്പുറക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാവരും ഇരിക്കുന്നുണ്ട്. കുട്ടീസൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ റൂമിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങളെല്ലാവരും കൂടി നേരത്തെ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞൊരു സർപ്രൈസാണ് കേട്ടോ മാമിക്ക്. ഇതാണ് കേട്ടോ മാമി. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ 25th. അപ്പോഴേക്കും ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവൾ എന്താണെങ്കിലും പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൂടി സർപ്രൈസായിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് മാമിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഇക്കായിരുന്നു കേട്ടോ ഇറച്ചിക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വുമൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് അവളിതേ പറയുന്നുണ്ട്. വേറെ ആരും പ്രതീക്ഷിക്കേണ്ടത് വുമൻസ് അന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് അങ്ങനെ അവളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അൺബോക്സിങ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോന്നൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മാമിച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെയാണ് കേട്ടോ പെങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചിയാണ്, ഉമ്മച്ചിയും മാമിയും മേടിച്ചു കൊടുത്തതാണ് കേട്ടോ 2 ഫ്ലവർ വൈസ്. പിന്നെ അതേ അവളുമാർ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ, ഷർട്ടും ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടൈം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അത് എന്തായാലും എല്ലാവരും കൂടിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ തന്നെ കിച്ചണിൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ കണ്ടൊരു സംഭവം, അടുക്കളയിൽ നിരത്തി പിടിച്ച് മാമി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും. പിന്നെ പോണേന് മുമ്പായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് കുറുമയാണ് കേട്ടോ ഇത്. പിന്നെ തരികാച്ചിത് ഉണ്ടായിരുന്നു, ജ്യൂസ്, ഇത് പനീറാണ് കേട്ടോ. അപ്പോൾ അതേ പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.